ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ദഫേദാർ, പ്രസ്മാൻ സ്വീപ്പർ, ആയ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള കേരള PSC പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതും മുൻപ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതുമായ ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഇടുക്കി, പത്തനംതിട്ട, കണ്ണൂർ, വയനാട്. ശരിയുത്തരം വയനാട്. ചുവടെ പറയുന്നവയിൽ പ്രാദേശികവാദം അല്ലാത്തത് ഏതാണ്? മാമ്പഴക്കാറ്റ്, കാപ്പി പൂവിടും, മഴ, മൺസൂൺ, നോർവെസ്റ്റർ. ശരിയുത്തരം മൺസൂൺ. ശ്രീനഗർ, കാർഗിൽ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില, നാഥുല, ഷിപ്ല, ലിപുലേഖ്. ശരിയുത്തരം സോജില. രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ്? 24 മണിക്കൂർ 10 മിനിറ്റ്, 12 മണിക്കൂർ 25 മിനിറ്റ്, 6 മണിക്കൂർ 30 മിനിറ്റ്, 14 മണിക്കൂർ 15 മിനിറ്റ്. ശരിയുത്തരം 12 മണിക്കൂർ 25 മിനിറ്റ്. ലോയ്സ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണ്? നദികൾ, ഹിമാനി, തിരമാലകൾ, കാറ്റ്. ശരിയുത്തരം കാറ്റ്. മാർബിൾ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? ആഗ്നേയശില, കായാന്തരിതശില, അവസാദശില, പാതാളശില. ശരിയുത്തരം കായാന്തരിശില. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു പ്രധാന റാബി വിള ഏതാണ്? നെല്ല്, ചോളം, പുകയില, കരിമ്പ്. ശരിയുത്തരം പുകയില. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12 മണിക്കൂർ, 24 മണിക്കൂർ, 6 മണിക്കൂർ, 10 മണിക്കൂർ. ശരിയുത്തരം 24 മണിക്കൂർ. ഭൂവൽക്കത്തിലെ ധാതുക്കളിൽ പകുതിയോളവും വരുന്നത് ഏതാണ്? ക്വാർട്സ്, മൈക്ക, ഫെൽസ്പാർ, പൈറോക്സിക്. ശരിയുത്തരം ഫെൽസ്പാർ. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂർ, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, സിക്കിം. ശരിയുത്തരം മണിപ്പൂർ. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, കോണ്ടൂർ രേഖകൾ, ഗ്രീനിച്ച് രേഖകൾ. ശരിയുത്തരം ഈസ്റ്റിങ്സ്. റിച്ചീസ് ദ്വീപ സമൂഹം, ലാബ്രിന്ത് ദ്വീപ സമൂഹം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഗൾഫ് ഓഫ് മാന്നാർ. ശരിയുത്തരം ബംഗാൾ ഉൾക്കടൽ. ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക. 1 അളകനന്ദയും ധൗളിഗംഗയും യോജിക്കുന്ന സ്ഥലം വിഷ്ണുപ്രയാഗ്. 2 ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗ്. 3 അളകനന്ദയും പിണ്ടാറും യോജിക്കുന്ന സ്ഥലം കർണപ്രയാഗ്. 1 2 1 2 3 2 3 1 3. ശരിയുത്തരം 1 2 3.
കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനത്തിന് പ്രസിദ്ധമായ ഹിമാലയ ഭാഗം ഏതാണ്? കുമിയൂൺ ഹിമാലയം, കശ്മീർ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, സിക്കിം ഹിമാലയം. ശരിയുത്തരം കശ്മീർ ഹിമാലയം. ഡക്കാൻ പീഠഭൂമി പ്രധാനമായും ഏതിനം ശിലകളാലാണ് നിർമ്മിതമായിരിക്കുന്നത്? ഗ്രാനൈറ്റ്, ബസാൾട്ട്, മാർബിൾ, സ്റ്റേറ്റ്. ശരിയുത്തരം ബസാൾട്ട്. ഉപദ്വീപീയ പീഠഭൂമിയെപ്പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ക്രമരഹിതമായ ത്രികോണാകൃതിയിലെ ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂഭാഗമാണിത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കുറയുന്നു. താർ മരുഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ശരിയുത്തരം താർ മരുഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? മൺസൂൺ, നോർവെസ്റ്റർ, മാംഗോ ഷവർ. ശരിയുത്തരം മാംഗോ ഷവർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? ഗ്രാനൈറ്റ്, ചുണ്ണാമ്പുകൽ, മാർബിൾ, ബസാൾട്ട്. ശരിയുത്തരം ചുണ്ണാമ്പുകൽ. ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ട് ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? കുറോഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്. ശരിയുത്തരം ആഷിയോ. ഏതാനും അവസാദശിലകൾ ചുവടെ നൽകുന്നു. 1 ചുണ്ണാമ്പുകല്ല്, 2 മണൽക്കല്ല്, 3 ചക്കരപ്പാറ, 4 ചോക്ക്. ഇവയിൽ യാന്ത്രികമായി രൂപം കൊണ്ട അവസാദശിലകൾ ഏതെല്ലാമാണ്? 1 2 2 3 1 3 4 1 2 3. ശരിയുത്തരം 1 2 3. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1 ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. 2 ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രതീരമില്ലാത്ത ഏകതിക്ക് വടക്കാണ്. 3 ഇന്ത്യക്കും ചൈനയ്ക്കുമിടയ്ക്കുള്ള അതിർത്തി രേഖ നിശ്ചയിച്ചത് സിറിൽ റാറ്റ്ക്ലിഫാണ്. 4 അന്താരാഷ്ട്ര അതിർത്തിയോ കടൽ തീരമോ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് മധ്യപ്രദേശാണ്. 1 2 3 4 2 3 4 1 3 4 1 2 4. ശരിയുത്തരം 1 2 4. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷമണ്ഡലം ഏതാണ്? അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, ബിസോസ്ഫിയർ. ശരിയുത്തരം ട്രോപ്പോസ്ഫിയർ. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.